ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശോഭാസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആംല കാൻഡി അല്ലെങ്കിൽ നെല്ലിക്ക മിഠായി എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഒരുമിച്ച് 1-2 നെല്ലിക്കയൊന്നും കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കയ്പും പുളിയും എല്ലാം കൂടെ ആകുമ്പോൾ കുറച്ച് മാത്രമേ നമ്മൾ കഴിക്കുകയുള്ളൂ. ഇങ്ങനെ നമ്മൾ നെല്ലിക്ക മിഠായി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പം നമുക്ക് നെല്ലിക്ക കഴിക്കണമെന്ന് തോന്നിയാലും ഇതിലൊരു പീസ് എടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് ഒരു നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ നമുക്ക് സംതൃപ്തി ഉണ്ടാകും. നമുക്കത് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. നെല്ലിക്ക മിഠായി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 500 ഗ്രാം നെല്ലിക്ക കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒന്ന് ആവി കയറ്റി എടുക്കണം. ഒരു 7-8 മിനിറ്റ് ആവിയിൽ വേവിക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്കത് ഈസി ആയിട്ട് അതിൻ്റെ കുരു കളഞ്ഞ് എടുക്കാനായിട്ട് പറ്റും. നമുക്കിത് ഒരു സ്റ്റീമറിലേക്ക് ഇത് വെക്കാം. ഇപ്പം വെള്ളം തിളച്ച് നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അതിലേക്ക് ഈ നെല്ലിക്കയും ഇട്ട് കൊടുക്കാം. ഒരു 7-8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ടിത് വെന്ത് കിട്ടും. ഇപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്കിത് എടുത്ത് തണുക്കാനായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഈ നെല്ലിക്ക നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കുരു മാറ്റിയിട്ട് ചെറിയ പീസുകളാക്കി മാറ്റാം. ഇതുപോലുള്ള പീസുകളാക്കി എടുക്കുക. ഇപ്പോൾ ഈ നെല്ലിക്കയെല്ലാം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് വയ്ക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ നെല്ലിക്കയെല്ലാം ഇടാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 400 ഗ്രാം പഞ്ചസാര. 400 ഗ്രാമോ അല്ലെങ്കിൽ 500 ഗ്രാമോ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 400 ഗ്രാം പഞ്ചസാരയാണ്. അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് അടച്ച് ഒരു 2 ദിവസത്തേക്ക് വെച്ചിരിക്കുക. അപ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് വെള്ളമായിട്ടങ്ങ് കിട്ടും. നമ്മൾ നെല്ലിക്കായിൽ പഞ്ചസാര ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ ആ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് വെള്ളമായിട്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് കാണുന്നില്ലേ? ഇപ്പോൾ ഈ ജ്യൂസെല്ലാം നമുക്ക് അരിച്ച് മാറ്റിയെടുക്കണം. നമുക്കൊരു സ്ട്രെയിനർ എടുത്തിട്ട് ഈ ജ്യൂസെല്ലാം നമുക്ക് അരിച്ച് മാറ്റിയിട്ട് നെല്ലിക്ക മാത്രമായിട്ട് എടുക്കാം. ഇനി ഈ നെല്ലിക്ക മാത്രമായിട്ട് എടുത്ത് ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഒരു മുറത്തിലോ ഇട്ടിട്ട് ഒരു 2 ദിവസം വെയിൽ കൊള്ളിച്ച് നമുക്ക് എടുക്കണം. ഒരുപാട് അങ്ങ് വറ്റൽ പോലെ ഉണങ്ങി പോരുത്. ഒരു ചെറിയ മയം ഉണ്ടാവണം. ഒന്ന് കടിക്കുമ്പോൾ ഒന്ന് പതുങ്ങി വരണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വെയിൽ കൊള്ളിച്ച് എടുക്കാം. ഈ പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം. അതുപോലെ ഈ ജ്യൂസ് കളയരുത്. ഇത് നിങ്ങൾക്ക് ഒന്ന് ബോയിൽ ചെയ്തിട്ട് നല്ലൊരു സിറപ്പാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ കുറച്ച് വെള്ളത്തിൽ 2 സ്പൂണൊക്കെ ഒഴിച്ച് കുടിക്കുകയെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയുമാണിത്. 2 ദിവസം വെയിൽ കൊള്ളിച്ച നെല്ലിക്കയാണിത്. ഒരുപാടങ്ങ് ഉണങ്ങി പോകരുത്. ഒന്ന് ചെറിയൊരു സോഫ്റ്റ്നെസ്സോട് കൂടി ഇരിക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരപ്പൊടി ചേർത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ നെല്ലിക്കയിലെല്ലാം ഈ പഞ്ചസാരപ്പൊടി നല്ലതായിട്ട് കോട്ടായിട്ടുണ്ട്.
ഈ ബാക്കി വരുന്ന ഈ പൊടി അങ്ങ് മാറ്റി തട്ടിക്കളഞ്ഞാൽ മാത്രം മതി. വേറൊരു ജാറിലേക്കിട്ട് കുറേയേറെ നാളത്തേക്ക് ഇതൊന്ന് വെക്കാനായിട്ട് നമുക്കിത് പറ്റും. എപ്പോഴാണോ നമുക്കൊരു ചെറുതായിട്ടൊരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതിലൊരു പീസ് എടുത്ത് കഴിക്കുമ്പം തന്നെ ധാരാളം, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.